മുഖ്യമന്ത്രിയുടെ ആ ഒരു പരാമർശം നിങ്ങളെ ഏറെ വിഷമിപ്പിച്ചു? തീർച്ചയായും വിഷമിപ്പിച്ചു. അതുകൊണ്ടാണ് അദ്ദേഹം മാപ്പ് പറയണമെന്ന് ഞാൻ പറഞ്ഞത്. ഇപ്പോഴും അത് തന്നെയാണ് പറയുന്നത്. അദ്ദേഹം മാപ്പ് പറഞ്ഞേ പറ്റൂ. ഒരു കമ്മ്യൂണിറ്റിയാണ് അദ്ദേഹം ആക്ഷേപിച്ചത്. ഇതെല്ലാം അവിടെ ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്. നമുക്ക് കിട്ടിയില്ല എന്നുള്ളത് സങ്കടകരമായ കാര്യമാണ്. കുടുംബത്തിന്റെ സങ്കടമാണ്. പക്ഷെ ആ കുടുംബങ്ങൾ പറയുന്നത് വകുപ്പ് മന്ത്രി എന്നൊരാളുണ്ട്. പക്ഷെ ആ മന്ത്രി നിങ്ങളത് ഞങ്ങളുടെ കുടുംബങ്ങളെ ഒന്ന് സന്ദർശിക്കാൻ ഞാൻ അതൊക്കെ ചെയ്യാൻ ഇതൊക്കെ നമുക്കറിയാലോ, തീരപ്രദേശത്ത് പഴയ മുഖ്യമന്ത്രി പോയത് ഓർമ്മയുണ്ടല്ലോ. ഹലോ ഗൈസ്, എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. നമുക്കറിയാം, കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായിട്ട് നമ്മുടെ കേരളത്തിൽ നടക്കുന്ന ദുരന്തത്തെക്കുറിച്ച് ഞാൻ പ്രത്യേകിച്ച് പറയേണ്ട കാര്യമില്ല. മഴക്കെടുതിയിൽ ഒരുപാട് ദുരന്തങ്ങൾ പല സ്ഥലങ്ങളിലായി ഉണ്ടായി. ഉരുളുപൊട്ടൽ, വെള്ളപ്പൊക്കം, അങ്ങനെയൊക്കെയുള്ള ഒരുപാട് ദുരന്തങ്ങൾ. അതോടൊപ്പം തന്നെ ചില മത്സ്യത്തൊഴിലാളികളും മരണപ്പെട്ടിട്ടുണ്ടായിരുന്നു. കുറേയധികം ആൾക്കാരെ കാണാതായിട്ടുണ്ടായിരുന്നു. അപ്പോൾ ആ ഒരു വിഷയവുമായി ബന്ധപ്പെട്ടാണ് ഈ ഒരു സഹോദരിയുടെ പ്രതികരണം. അതായത് ഈ ഒരു സഹോദരിയുടെ പിതാവിനെ കാണാതെയായിട്ട് ഏകദേശം 6-7 ദിവസമായി. മത്സ്യബന്ധനത്തിന് പോയതാണ്, വള്ളം മറിഞ്ഞ് കാണാതായിട്ട് 6-7 ദിവസമായി. ഇതുവരെ അദ്ദേഹത്തെ കണ്ടെത്താനായിട്ട് കഴിഞ്ഞിട്ടില്ല. അതിനു വേണ്ടിയിട്ട് വേണ്ടപ്പെട്ട അധികൃതർ യാതൊരുവിധ നടപടിയോ കാര്യങ്ങളോ ഒന്നും തന്നെ എടുക്കുന്നില്ല. കാരണം ഈ ഒരു വ്യക്തിയാണ് കാണാതായിരിക്കുന്നത്. ഒരുപാട് ആൾക്കാരുണ്ടായിരുന്നെങ്കിൽ അവരെ അന്വേഷിച്ചേനെന്ന്. പക്ഷെ ഈ ഒരു വ്യക്തി ആയതുകൊണ്ട് തന്നെ ആ ഒരാളുടെ ജീവന് വിലയില്ലേ? അതൊരു മനുഷ്യനല്ലേ? അപ്പോൾ ഒരാളായതുകൊണ്ട് ഇതിന്റെ അന്വേഷണം നടത്തുന്നവരുണ്ടല്ലോ, അതായത് കടലിൽ കാണാതായ ആൾക്കാരെയൊക്കെ തിരയാനായിട്ട് പ്രത്യേകം സജ്ജീകരണങ്ങളും അതിനുള്ള ആൾക്കാരും ഉണ്ട്. അവർ പറയുന്ന ന്യായീകരണമാണ് ഒരാളായതുകൊണ്ട് തന്നെ അവർക്ക് അന്വേഷിക്കാൻ പോകാനായിട്ട് മടി. അപ്പം നമുക്കറിയാം, നമ്മുടെ കേരളത്തിന്റെ മുഖ്യമന്ത്രി ഈ ഒരു വിഷയത്തിൽ കഴിഞ്ഞ ദിവസം പറഞ്ഞ ഒരു ന്യായീകരണമാണ് ഈ ഒരു സഹോദരി എടുത്ത് പറയുന്നത്. അതായത് ഇപ്പോൾ ഈ സഹോദരി പറയുന്നുണ്ടല്ലോ മുഖ്യമന്ത്രി മാപ്പ് പറയണമെന്ന്. അതെന്തിന്റെ അടിസ്ഥാനത്തിലാണ് ഒരു പെൺകുട്ടി പറയുന്നതെന്ന് നിങ്ങൾക്കറിയണ്ടേ? ഈ ഒരു വിഷയത്തെക്കുറിച്ച് വാർത്താ സമ്മേളനത്തിനിടെ ഇദ്ദേഹത്തോട് ചോദിച്ചു. അതായത് തിരുവനന്തപുരത്തോ മറ്റോ ആണ് ഈ ഒരു സംഭവം നടന്നിരിക്കുന്നത്. ഈ ഒരു വിഷയത്തെക്കുറിച്ച് ചോദിച്ചപ്പോൾ മുഖ്യമന്ത്രി പറഞ്ഞ ഒരു ന്യായീകരണമുണ്ട്. അതായത് ഈ തീരപ്രദേശത്തല്ലേ അത് നടന്നിരിക്കുന്നത്, അങ്ങോട്ടേക്കൊക്കെ പോകുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതായത് എന്താ, അവിടെയുള്ള ഒരു മനുഷ്യരല്ലേ, നമ്മളെപ്പോലെ തന്നെയുള്ള മനുഷ്യരാണ് അവർ തീരപ്രദേശത്ത് താമസിക്കുന്നത്. എന്തോ ഒരു വല്ലാത്ത രീതിയിലാണ് അവിടെ മുഖ്യമന്ത്രി സംസാരിച്ചത്. അപ്പം അതിനാണ് ആ ഒരു പെൺകുട്ടി ഇത്രയധികം എന്താ പറയുക പ്രതികരണമായിട്ട് എത്തുന്നത്. ഒന്നാമത്തെ കാര്യം, അവരുടെ അച്ഛനെ കാണാതായിട്ട് 6-7 ദിവസമായി. ഇതുവരെ യാതൊരുവിധ വിവരങ്ങളോ കാര്യങ്ങളോ ഒന്നും തന്നെ ഇല്ല. ഇതിന് നടപടി എടുക്കേണ്ട അധികൃതരാണെങ്കിൽ ഈ ഒരു രീതിയിലുള്ള പ്രതികരണമാണ്. അപ്പം എന്തായാലും മുഖ്യമന്ത്രി പറഞ്ഞ കാര്യങ്ങളും അതുപോലെ തന്നെ ഈ ഒരു സഹോദരിക്ക് പറയാനുള്ള കാര്യങ്ങളും നമുക്കൊന്ന് വ്യക്തമായിട്ട് കണ്ടിട്ട് വരാം. മുഖ്യമന്ത്രിയുടെ ആ ഒരു പരാമർശം നിങ്ങളെ ഏറെ വിഷമിപ്പിച്ചു? തീർച്ചയായും വിഷമിപ്പിച്ചു. അതുകൊണ്ടാണ് അദ്ദേഹം മാപ്പ് പറയണമെന്ന് ഞാൻ പറഞ്ഞത്. ഇപ്പോഴും അത് തന്നെയാണ് പറയുന്നത്. അദ്ദേഹം മാപ്പ് പറഞ്ഞേ പറ്റൂ. ഒരു കമ്മ്യൂണിറ്റിയാണ് അദ്ദേഹം ആക്ഷേപിച്ചത്. മുഖ്യമന്ത്രിക്ക് കോസ്റ്റൽ കമ്മ്യൂണിറ്റീസിന്റെ വോട്ട് വേണം, പക്ഷെ അവർക്ക് വേണ്ടിയിട്ട് ചെയ്യാനായിട്ടൊന്നും പറ്റത്തില്ല. അതെങ്ങനെ ശരിയാവും? മുഖ്യമന്ത്രിയെ ഞങ്ങൾ അവിടെ പിടിച്ചിരുത്തിയെങ്കിൽ അവിടെ പിടിച്ച് ഇറക്കാനുള്ള റൈറ്റ്സും ഞങ്ങൾക്കുണ്ടെന്നുള്ളത് മുഖ്യമന്ത്രി മനസ്സിലാക്കണം. ഇമാതിരി ലൈസൻസ് ഇല്ലാത്ത രീതിയിലല്ല നിങ്ങൾ പ്രതികരിക്കേണ്ടത്. ഒരു വ്യക്തമായിട്ടുള്ള മറുപടി വരണം. ഒരാൾക്കാരുടെ ജീവനാണത് അപകടത്തിൽ കിടക്കുന്നത്. അപ്പം അവർ ചോദിക്കാൻ വേണ്ടി വരുമ്പോഴത്തേക്കും അതിനുള്ള റെസ്പോൺസിബിലിറ്റി ഏറ്റെടുക്കണം, അക്കൗണ്ടബിലിറ്റി ഏറ്റെടുക്കണം. ഒന്നും ചെയ്യാൻ പറ്റില്ലെങ്കിൽ ഇറങ്ങി പോകണം മിസ്റ്റർ. ഒന്നും ചെയ്യാൻ പറ്റില്ലെങ്കിൽ ഇറങ്ങി പോവുക തന്നെ വേണം. അതിന് ആൾക്കാരെ നെഗ്ലക്ട് ചെയ്തുകൊണ്ടുള്ള മറുപടി അല്ല നിങ്ങളുടെ കയ്യിൽ നിന്ന് ഞങ്ങൾ പ്രതീക്ഷിക്കുന്നത്. അതിനല്ല നിങ്ങൾ അവിടെ പിടിച്ച് ഞങ്ങളുടെ വേലക്കാരായി ഞങ്ങൾ ഇരുത്തിയിരിക്കുന്നത്. യു ആർ ദ പബ്ലിക് സർവന്റ്. ആ സെർവ് ചെയ്യണം. ചെയ്തില്ലെങ്കിൽ ഞങ്ങൾ ചോദിക്കും, വീണ്ടും ചോദിക്കും. ഇതെല്ലാം അവിടെ ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്. നമുക്ക് കിട്ടിയില്ല എന്നുള്ളത് സങ്കടകരമായ കാര്യമാണ്. കുടുംബത്തിന്റെ സങ്കടമാണ്. പക്ഷെ ആ കുടുംബങ്ങൾ പറയുന്നത് വകുപ്പ് മന്ത്രി എന്നൊരാളുണ്ട്. പക്ഷെ ആ മന്ത്രി നിങ്ങളത് ഞങ്ങളുടെ കുടുംബങ്ങളെ ഒന്ന് സന്ദർശിക്കാൻ ഞാൻ അതൊക്കെ ചെയ്യാൻ ഇതൊക്കെ നമുക്കറിയാലോ, തീരപ്രദേശത്ത് പഴയ മുഖ്യമന്ത്രി പോയത് ഓർമ്മയുണ്ടല്ലോ. അത് നമുക്കറിയാലോ, തീരപ്രദേശത്ത് അല്ല ഞാൻ പറഞ്ഞത് ഞാൻ അദ്ദേഹം ഇതിന് മാപ്പ് പറയുക തന്നെ ചെയ്യണം. എന്തെന്ന് വെച്ചാൽ ഒരു കമ്മ്യൂണിറ്റിയെ മൊത്തമാണ് അദ്ദേഹം ആക്ഷേപിച്ചത്. തീരപ്രദേശമല്ലേ, അവിടെ പോയാൽ എന്ത് നടക്കുമെന്നറിയില്ല. എന്ത് നടക്കും? വോട്ട് വാങ്ങാൻ വേണ്ടിയിട്ട് വന്നപ്പോൾ എന്ത് നടന്നു? ഇന്ന് കസേര കയറി ഇരുന്നപ്പോഴാണോ നിങ്ങൾക്ക് തീരപ്രദേശമാണെന്ന് ഓർമ്മ വന്നത്? അല്ലെങ്കിൽ ഇങ്ങനെയാണ് ആൾക്കാർ പ്രതികരിക്കുന്നതെന്ന് ഇപ്പോഴാണോ മനസ്സിലായത്? ഇവിടെ ഉള്ളവർക്ക് വിവരമില്ല, വിദ്യാഭ്യാസമില്ല എന്നുള്ള പൊതുവെയുള്ള കുറച്ച് അടച്ച ആക്ഷേപങ്ങൾ ഇത് പണ്ട് മുതലേ ഞങ്ങൾ കേട്ടുവരുന്നതാണ്. ഇവിടെ ഉള്ളവരും പഠിച്ചവരാണ് സാർ, ഇവിടെ ഉള്ളവരും ഡോക്ടേഴ്സ് ആണ് സാർ, ഇവിടെ എഞ്ചിനീയേഴ്സ് ഉണ്ട്, ഇവിടെ എല്ലാ മേഖലയിലും പഠിക്കുന്ന കുട്ടി. ഇവിടെ ഈ ഒരു സഹോദരി പറയുന്നതിൽ യാതൊരുവിധ തെറ്റുമില്ല. കാരണം അവർക്ക് നീതി ലഭിച്ചിട്ടില്ല. അവരുടെ പിതാവിനെ കാണാതെയായിട്ട് 6-7 ദിവസമായി. ഇതുവരെ യാതൊരുവിധ അന്വേഷണം ഉണ്ടായിട്ടില്ല. അതായത് ഒരാളെയാണല്ലോ കാണാതായിരിക്കുന്നത്. അപ്പോൾ പിന്നെ അത് അന്വേഷിച്ച് കണ്ടുപിടിക്കാന്ന് പറഞ്ഞാൽ വലിയ പാടുള്ള പരിപാടിയല്ലേ? കഷ്ടം തോന്നുവാണ്. ഇപ്പൊ ആ ഒരു സഹോദരി പറഞ്ഞു കേട്ടില്ലേ, വോട്ടിന് വേണ്ടിയിട്ട്
ഈ പറയുന്ന തീരപ്രദേശത്തോട്ടൊക്കെ ഈ പറയുന്ന മന്ത്രിമാർ ചെന്നിട്ടുണ്ടായിരുന്നു. ഇപ്പൊ വോട്ട് കിട്ടി ജയിച്ചു, ആ കസേര കയറി ഇരുന്ന് കഴിഞ്ഞപ്പോൾ ജനങ്ങൾക്ക് വേണ്ടിയിട്ട് ഉള്ള കാര്യങ്ങൾ ചെയ്തു കൊടുക്കാൻ പറ്റുന്നില്ല. ജനങ്ങൾ ഈ ഒരു രീതിയിൽ തന്നെ പ്രതികരിക്കും. നിങ്ങൾക്ക് എന്ത് തോന്നുന്നു? നമുക്കാണ് ഈ ഒരു അവസ്ഥ വരുന്നതെങ്കിലും നമ്മളും ഇതൊക്കെ തന്നെ ആയിരിക്കത്തില്ലേ പറയുന്നത്? മുഖ്യമന്ത്രിയുടെ ഭാഗത്തു നിന്നുണ്ടായ ഒരു വലിയ അനാസ്ഥയെ പറ്റി എനിക്ക് പറയേണ്ടതുണ്ട്. അതെന്താണെന്ന് വെച്ചാൽ ഇന്നലെ ഒരു വീഡിയോ അദ്ദേഹത്തിന്റെ പത്രസമ്മേളനത്തിൽ നിന്ന് അദ്ദേഹം പറഞ്ഞത് കടൽ തീരത്തോ അയ്യോ അവിടെയൊക്കെ പോയാലുള്ള അവസ്ഥ അറിയാമല്ലോ. എന്തവസ്ഥ? വോട്ട് വാങ്ങാൻ വേണ്ടിയിട്ട് ഇവിടെ വന്നപ്പോഴുള്ള അവസ്ഥ ഉണ്ടായിരുന്നോ സാർ? എന്തായിരുന്നു സാർ അവസ്ഥ? ഒരു കമ്മ്യൂണിറ്റിയാണ് നിങ്ങൾ ആക്ഷേപിച്ചത്. നിങ്ങൾ ഇതിന് മാപ്പ് പറഞ്ഞേ പറ്റൂ. ഇത് പബ്ലിക്കായിട്ട് തന്നെ നിങ്ങൾ മാപ്പ് പറയാൻ, നിങ്ങൾ ഏത് പത്രസമ്മേളനത്തിൽ വെച്ചാണോ നിങ്ങൾ ആക്ഷേപിച്ചത് അത് നിങ്ങൾ മാപ്പ് പറഞ്ഞേ പറ്റൂ. ഇതിനുള്ള ഉത്തരവാദിത്വം നിങ്ങൾ ഏറ്റെടുത്തേ പറ്റൂ. ഈ ഡിസാസ്റ്റർ മാനേജ്മെന്റിന്റെ കമ്മിറ്റിയുടെ ആരാണ് ഇരിക്കുന്നത്? ഇയാളല്ലേ ചെയർ? ഈ ചീഫ് മിനിസ്റ്ററല്ലേ ചെയർ? എന്ത് ആക്ഷനാണ് ഇയാൾ എടുത്തത്? കുറെ പ്രസിന്റെ മുമ്പിൽ നിന്ന് പച്ച കള്ളത്തരം വിളിച്ച് പറയാണ് ഹെലികോപ്റ്ററുകൾ ഇറക്കി. ഇന്നും ഇന്നലെയും ഓരോ ഹെലികോപ്റ്റർ ഇറക്കി. അത് ഇന്നലെ 1 മണിക്കൂർ ഓടി, ഇന്ന് 1 മണിക്കൂർ ഓടി. അങ്ങനെ പറയണം, വ്യക്തമായിട്ട് പറയണം. ഈ ഷിപ്പുകളൊക്കെ ഇറക്കിയെന്ന് പറയുന്നല്ലോ. എത്ര ഷിപ്പുകൾ ഇറക്കി? ഞങ്ങള് ഫിഷറീസ് ഡിപ്പാർട്ട്മെന്റിൽ വിളിച്ച് തിരക്കുന്നുണ്ട്, ആ ഐഡിയെ വിളിച്ച് തിരക്കുന്നുണ്ട്. അദ്ദേഹം പറയുന്ന ഡീറ്റെയിൽസും ഇയാൾ പറയുന്ന ഡീറ്റെയിൽസും തമ്മിൽ അന്തരമുണ്ട്. എന്താണ് നോട്ടിക്കൽ മൈൽ എന്ന് പോലും അറിയാത്ത ഓഫീസേഴ്സ് ആണ് അവിടെ ഇരിക്കുന്നത്. ഫിഷറീസ് ഡിപ്പാർട്ട്മെന്റിൽ ഇന്നഫിഷ്യന്റ് ആയിട്ടുള്ള ഓഫീസേഴ്സ് ഉണ്ടെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യണം? അവരെ മാറ്റണം. ഈ ഫിഷറീസിലുള്ളവർക്ക് തന്നെ, കടലിൽ പണിയെടുക്കുന്നവർക്ക് കടലിന്റെ ആഴവും അതിന്റെ തിരവും എങ്ങനെയാണെന്നുള്ളത് അവർക്കേ അറിയാത്തുള്ളൂ. അപ്പം ഒരു റെസ്ക്യൂ ഓപ്പറേഷൻ വരുമ്പോഴത്തേക്ക് നിങ്ങൾ ആരുടെ കയ്യിലാണ് അത് കൊടുക്കേണ്ടത്? ആ റെസ്ക്യൂ ഓപ്പറേഷൻ കൊടുക്കേണ്ടത് കോസ്റ്റൽ ആയിട്ടുള്ള അല്ലെങ്കിൽ അതുമായിട്ട് എഫിഷ്യന്റ് ആയിട്ടുള്ള, അല്ലെങ്കിൽ നിങ്ങൾ മത്സ്യത്തൊഴിലാളികളെ വിളിക്കുന്നുണ്ടല്ലോ പ്രളയങ്ങൾ. ഈ ഒരു വിഷയവുമായി ബന്ധപ്പെട്ട് നിങ്ങൾക്ക് എന്ത് തോന്നുന്നു? ഈ ഒരു സഹോദരിയുടെ ഈ ഒരു പ്രതികരണത്തോട് നിങ്ങൾ യോജിക്കുന്നുണ്ടോ? അഭിപ്രായം എന്തായാലും കമന്റ് ചെയ്യാൻ മറക്കരുത്. അമ്മ ഒരു 3 പേരെ നഷ്ടപ്പെട്ട ഒരു വീട്ടിൽ നിന്ന് ഒരു അമ്മ വന്ന് 7ാമത്തെ ദിവസം ഡിമാൻഡ് ചെയ്തപ്പോൾ മാത്രമാണ് നമ്മുടെ ഭരണകൂടം ഉണർന്നെന്നുള്ളതാണ് ഞാൻ ചിന്തിക്കുന്നത്. എനിക്ക് ഭ്രാന്ത് പിടിക്കുന്നു. സമയം ഞാൻ വെയിറ്റ് ചെയ്തിട്ട് ഇത്രയും ഒരു മഹാദുരന്തം സംഭവിച്ച ഒരു സ്ഥലത്തുനിന്ന് വന്ന എനിക്ക് ഒരു നീതി കിട്ടിയില്ലെങ്കിൽ പിന്നെ ഇത് ആർക്ക് വേണ്ടി എന്തിനു വേണ്ടി നിൽക്കുന്നെന്ന് എനിക്ക് ചോദിക്കാൻ പോലും ഉള്ളവർ എന്റെ മുന്നിൽ ഇതുവരെ എത്തിയില്ലെന്നുള്ളതാണ്. ചോദിക്കാൻ പോലും ഉള്ളവർ ഇതുവരെ എന്റെ മുന്നിൽ എത്തിയില്ലെന്നുള്ളതാണ്. ഞാനപ്പോ ഇത് ആരോട് ചോദിക്കും? ഞാൻ ആരോട് ചോദിക്കാനാ? ഞാൻ ഇവിടെ കിടന്ന് തൊണ്ട വണ്ടി ചത്താലും ഞാൻ ഇവിടുന്ന് എഴുന്നേക്കുന്ന പ്രശ്നമില്ല, ഞാൻ എഴുന്നേക്കത്തില്ല. ഇങ്ങനൊരു വകുപ്പുണ്ടോ? ഫിഷറീസ് ഡിപ്പാർട്ട്മെന്റ് എന്ന് പറഞ്ഞിട്ട് ഞാൻ ആരെയും കണ്ടില്ലെന്നുള്ളതാണ്. ദിവസം 7 ദിവസമായി. ഞങ്ങൾ വിഹിതം അടയ്ക്കുന്നവരാ. ഞങ്ങളുടെ സമ്പാദ്യം ഗവൺമെന്റിലേക്ക് ഞങ്ങൾ അടയ്ക്കുന്നവരാ. ഞങ്ങളെ സംരക്ഷിക്കാൻ വേണ്ടി ഗവൺമെന്റ് എന്ത് ചെയ്യുന്നെന്നാണ് ഞാൻ ചോദിക്കുന്നത്. മത്സ്യത്തൊഴിലാളികളെ സംരക്ഷിക്കാൻ വേണ്ടിയിട്ട് മത്സ്യത്തൊഴിലാളികൾ കഷ്ടപ്പെടുന്നതിന്റെ വിഹിതം പറ്റുന്ന ഗവൺമെന്റാ. എന്നിട്ട് ഞങ്ങൾക്ക് വേണ്ടി ഒന്ന് അന്വേഷിക്കാൻ അല്ലെങ്കിൽ ഒരു മനുഷ്യനെ കണ്ടിട്ടില്ലെന്നുള്ളതാ.